കെ രാമാനുജൻ്റെ ഈസ് ദർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞ എസ്സേയിൽ എന്താ ഫസ്റ്റ് സെക്ഷനിൽ ആൾ 4 രീതിയിൽ ഈ ഒരു ടൈറ്റിലിന് തന്നെ ഈ ഒരു ടൈറ്റിൽ ക്വസ്റ്റ്യനെ തന്നെ അനലൈസ് ചെയ്യാണ്. ഈസ് ദർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്നുള്ളതിൽ അതിൽ പല പല വാക്കിന് എംഫസൈസ് കൊടുത്തിട്ടാണ് ആൾ അനലൈസ് ചെയ്യണത്. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈസ് എന്നുള്ള വാക്കിന് എംഫസൈസ് കൊടുത്തത്. അതായത് ഒരു ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം പറയുന്നത്. അതിൽ പറയുന്നത് ഉണ്ടായിരുന്നു, ദർ വാസ് ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് നൗ. ഇപ്പോൾ ഒരു ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ഇല്ല. എന്താ കാരണം? ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ സെക്ഷൻ സൊസൈറ്റിയിലെ അപ്പർ കാസ്റ്റ് ആൾക്കാരുടെ ഒരു രീതിയായിരുന്നു ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത്. വേദാസും റിലീജിയസ് ടെക്സ്റ്റും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണ് നമ്മളെപ്പോഴും കാര്യങ്ങളെ അനലൈസ് ചെയ്തിരുന്നത്. അപ്പോൾ പറയണം, അപ്പോൾ അന്നത്തെ കാലത്ത് ആ ഒരു ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ വേദാസും കാര്യങ്ങളൊക്കെ നോക്കി പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ഇല്ല എന്ന് പറയാനും പറ്റില്ല, അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷെ എന്നാലും പറയുന്നത് ഈസ് ദെയർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്നുള്ളതിൽ നോ ദർ ഈസ് നോ, അല്ല ഇപ്പോൾ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ഇല്ല എന്നാണ് ഫസ്റ്റ് ആൾ പറയുന്ന ആൻസർ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈസ് ദർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ്, അതായത് ഒരൊറ്റ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ആണോ ഉള്ളത് എന്നുള്ള ആനിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്. അതിൽ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് എപ്പോഴും എന്താ പല പല ട്രഡീഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റീസും ഡിഫറൻസസും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് ഇല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് ദർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ്ങിൽ എംഫസൈസ് കൊടുത്തേക്കുന്നത് എന്താ ഈസ് ദർ ആൻ ഇന്ത്യൻ വേ എന്നുള്ളതിന് ഇന്ത്യ എന്നുള്ള രീതിയിൽ ഒരു തിങ്കിങ് ഉണ്ടോ എന്നുള്ളതാണ് എംഫസൈസ് കൊടുത്തേക്കുന്നത്. അതിൽ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ കൾച്ചേഴ്സിൻ്റെയും ലാംഗ്വേജസിൻ്റെയും റിലീജിയൻസിൻ്റെയും അല്ലെങ്കിൽ പല പല കാര്യങ്ങളുടെ ഒരു പ്രോഡക്റ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്തി ഇങ്ങനെ ഒരു കാര്യം യുണീക്ക് എന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിൻ്റെയും കൂടെ ഒരു പ്രോഡക്റ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്നുള്ളത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇന്ത്യക്കൊരു ക്യാപ്പബിലിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പുറത്തുനിന്ന് ചേഞ്ചസും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസും ഒക്കെ അതിൻ്റെ കൾച്ചറിലേക്ക് ഇങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെർജ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് പറ്റും. അങ്ങനെ ഒരു സംഭവം ഇന്ത്യക്കുണ്ട്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്. അതിലെ ആൾ പറയണത് ഇന്ത്യയിലത്തെ ആൾക്കാർ, വെസ്റ്റിലെ ആൾക്കാർ എന്താ പറയുക കുറച്ചും കൂടെ റാഷണലാണ്, അവർ ലോജിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ലോജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലീജിയനും സൂപ്പർസ്റ്റിഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. അവർ കുറച്ചും കൂടെ റാഷണലായിട്ട് ലോജിക്കലായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കണം. എന്നിട്ട് ഇന്ത്യയിൽ എന്ന് പറയുന്നത് ആ ഒരു ആക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാണ്ട് ആ ആക്ഷൻ്റെ പിന്നിലുള്ള തോട്ട്സിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ആൾ ലാസ്റ്റ് ക്വസ്റ്റിന് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യനെ പല പെർസ്പെക്റ്റീവിൽ ആൾ ഫസ്റ്റ് സെക്ഷനിൽ അങ്ങനെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. പിന്നെ ഈ എസ്സേയുടെ സെക്കൻഡ് പാർട്ടിൽ രാമാനുജൻ പറയണത് ആളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എന്താ ട്രഡീഷനും മോഡേണിറ്റിയും തമ്മിലുള്ള ആ ഒരു ഇൻകൺസിസ്റ്റൻസി പറഞ്ഞു തരാണ്. അതായത് ആളുടെ അച്ഛൻ, രാമാനുജൻ്റെ അച്ഛൻ, അയാളുടെ എക്സാമ്പിൾ വെച്ചിട്ട് ഇന്ത്യ എങ്ങനെയാണ് ഏൻഷ്യൻറ്റും മോഡേണും ഒരേ സമയത്ത് ഏൻഷ്യൻറ്റും മോഡേൺ ആവണേന്ന് ആൾ പറഞ്ഞുതരാം. ആൾ പറയണത് രാമാനുജൻ്റെ അഭിപ്രായത്തിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനോട്, അതായത് ഒന്നുമില്ലെങ്കിൽ റിലീജിയൻ അല്ലെങ്കിൽ സയൻസ്, ഇതിനോട് ഏതെങ്കിലും ഒന്നിനോട് എന്താ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക, അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പക്ഷേ ഈ രാമാനുജൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ ബ്രാഹ്മണായിരുന്നു. ആൾ ധോത്തീസ് ധരിക്കും ബ്രാഹ്മൺ സ്റ്റൈലിൽ, പക്ഷേ ഇംഗ്ലീഷ് ജാക്കറ്റ്സ് അതിൻ്റെ മേലെ ധരിക്കും. അതുപോലെ എന്താ വെസ്റ്റേൺ ടൈപ്പ് ഷൂസും സാധനങ്ങളൊക്കെ ധരിക്കും. പക്ഷെ അത് എല്ലായിടത്തും കയറുന്ന സമയത്ത് ഇന്ത്യൻ കൾച്ചറായിട്ട് അത് റിമൂവ് ചെയ്തിട്ട് കയറും. അതുപോലെ മാത്തമാറ്റീഷ്യനും ആസ്ട്രോണമറും ആയിരുന്നു. പിന്നെ സാൻസ്ക്രിറ്റ് സ്കോളറും ആസ്ട്രോളജറും ആയിരുന്നു. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങേരുടെ അച്ഛൻ അമേരിക്കൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യൻസൊക്കെ ആളെ വിസിറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പണ്ഡിറ്റ്സും ആസ്ട്രോളജേഴ്സും ആളെ വിസിറ്റ് ചെയ്തിരുന്നു. പിന്നെന്താ ഭഗവത്ഗീത വായിക്കും, പക്ഷെ അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകളെ പറ്റി സംസാരിക്കുകയും ചെയ്യും. രണ്ടും ഒരേ ലെവലിൽ ആൾ കൊണ്ടുപോവാണ്. അപ്പോൾ ഈ രാമാനുജൻ പറയുന്നത് ഇതൊരു ഇൻകൺസിസ്റ്റൻസിയാണ്, ഇങ്ങനെ എവിടെ രണ്ട് സ്ഥലത്ത് നിൽക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കണമെന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ തേർഡ് പാർട്ട്, ഈ എസ്സേയുടെ തേർഡ് പാർട്ടിൽ അയാൾ ഈ അച്ഛൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് അതൊരു ലാർജർ കോണ്ടെക്സ്റ്റിൽ പറയാണ്. എന്താ കർമ്മ, തലവിധി എന്ന് പറഞ്ഞ 2 ടേംസ് ആൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ പാസ്റ്റ് അയാളുടെ പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും ഡിറ്റർമൈൻ ചെയ്യണം. അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മുടെ പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതാണ് കർമ്മ എന്ന് പറയുന്നത്. കോസ് ആൻഡ് എഫക്റ്റ് എന്നുള്ള രീതിയിലുള്ളൊരു കൺസെപ്റ്റ്, റിട്ടേൺ ആയിട്ടുള്ളൊരു ഫിലോസഫി. തലവിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഡെസ്റ്റിനി, ഒരു എന്താ ഇങ്ങനെ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളതാണ്, അതുപോലെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓറൽ ട്രഡീഷൻ്റെ ഭാഗമാണ് തലവിധി എന്ന് പറയുന്നത്. വെസ്റ്റേൺ ആൾക്കാർ പറയണമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മളുടെ തോട്ടിന് ഇനിയും ഒരുപാട് ഇവോൾവ് ചെയ്യാനുണ്ടെന്നാണ് വെസ്റ്റിലെ ആൾക്കാർ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ, ഒരാളുടെ പേര് പറയുന്നുണ്ടല്ലോ, സുധീർ കാക്കർ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നത് ഈ ഇന്ത്യയിൽ ആളും പിന്നെ കിസ്സിങ്ങർ എന്ന് പറഞ്ഞ വേറെ സ്കോളേഴ്സ്, അവർ പറയുന്നത് ഇന്ത്യയിലൊരു യൂണിവേഴ്സൽ കൺസെപ്റ്റ് ഇല്ല, എന്താ യൂണിവേഴ്സാലിറ്റി ഇല്ല ഇന്ത്യൻസിന്. അവർ എപ്പോഴും ഒരു ട്രഡീഷണൽ സംഭവങ്ങൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ഫുൾ ഹിപ്പോക്രസിയും ഇൻകൺസിസ്റ്റൻസിയാണ് ഇന്ത്യൻ സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും റിലീജിയസ് ആയിട്ടും സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടാണ് ഓരോ ഐഡിയാസ് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് യൂണിവേഴ്സലായിട്ടൊരു കാര്യം എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയ പോലെ ലോജിക്കലായിട്ട് ചിന്തിച്ച് ഇന്ത്യൻസ് ഒന്നും ചെയ്യാറില്ല എന്നാണ് പറയണത്. പക്ഷെ വെസ്റ്റ് അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റാണ്. പിന്നെ പറയുന്ന ഇന്ത്യയിലെപ്പോഴും സബ്ജക്റ്റീവ് പൊസിഷൻസ്, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആയിട്ടാണ് എല്ലാ കൺസെപ്റ്റ്സും വരുന്നത്. ഓരോ ആൾക്കാരെ ഫേവർ ചെയ്ത്, അല്ലെങ്കിൽ ഓരോ ഇതിനെ ഫേവർ ചെയ്തിട്ടൊക്കെയാണ് പറയാം. പിന്നെന്താ, ഇന്ത്യ ഈസ് ഓൾവേസ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആൻഡ് നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ എന്ന് പറയുന്നത്. അതായത് എന്താ, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് നമുക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളതിനെ നമ്മളുടെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണോ അത് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ റിലീജിയസ് പരമായിട്ട് അതെങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോന്നും ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, വെസ്റ്റിൽ മാൻ ഷാൾ നോട്ട് കിൽ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇന്ത്യയിൽ എങ്ങനെയാണ്, ആരെന്ത് കുറ്റം ചെയ്താലും പണിഷ്മെൻറ്റ് കൊടുക്കണതൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് പണിഷ്മെൻറ്റ് കൊടുക്കണതൊക്കെ ഓരോരുത്തരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ആളുടെ ഹോൾഡ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് വരുന്നത്. അപ്പം നമുക്കെപ്പോഴും ഓരോ കോണ്ടെക്സ്റ്റിലേക്ക് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചാർത്തി വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സലായിട്ട് ഓരോ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡിയല്ല. പിന്നെ മനുസ്മൃതിയിൽ പോലും എന്താ ഈ മോറലായിട്ട് പറഞ്ഞിരിക്കുന്ന കോഡ്സൊക്കെ ഉണ്ടല്ലോ, അതിന് എല്ലാ സർക്കംസ്റ്റൻസസിലും അതിനോട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കണമെന്ന് പറയണില്ല. അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് മനുസ്മൃതിയിൽ പോലും പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മളുടെ പല കൺസെപ്റ്റും മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇന്ത്യൻസിൻ്റെ പ്രത്യേകത. പിന്നെ 4th പാർട്ട് ഓഫ് ദ എസ്സേയിൽ ആൾ പറയുന്നത്, ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു നേരത്തെ പറഞ്ഞതാണ്, ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഈ കോണ്ടെക്സ്റ്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. യൂണിവേഴ്സലായിട്ടൊരു കാര്യം ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ നമ്മളുടേതായ സബ്സ്ട്രാക്ഷൻ നടത്തി നമ്മളുടെ കോണ്ടെക്സ്റ്റിൽ വെച്ച് അതിനെ പുതുതാക്കി ഉണ്ടാക്കിയിടും. പിന്നെ ദ സ്റ്റോറീസ് ഗെറ്റ് ദെയർ കോണ്ടെക്സ്റ്റ് വിത്ത് റെഫറൻസ് ടു ദ ഫ്രെയിം ഇൻ വിച്ച് ദേ ഹാവ് ബീൻ പ്ലേസ്ഡ്. ഇപ്പോൾ കർണാടകയിൽ വെച്ച് കഴിഞ്ഞാൽ ആ കൺസെപ്റ്റ് വേറൊരു രീതിയിലാവും, കേരളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എവിടെയാണോ വെക്കുന്നത്, അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണോ വെക്കുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ പറയണത്, പിന്നെ ഇന്ത്യയിൽ ടൈം ഡിവൈഡ് ചെയ്യണത് എന്താ, വെസ്റ്റിൽ എന്ന് പറയണത് അല്ല, വെസ്റ്റിലുള്ള പോലെ അല്ല, ഇന്ത്യയിൽ ഇങ്ങനെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ടൈമുണ്ട്, ഇൻഓസ്പീഷ്യസ് ആയിട്ടുള്ള ടൈമുണ്ട്. ഈ രാഹുകാലം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ്, പിന്നെന്താ നമ്മൾ വാസ്തുശാസ്ത്രം, അതിനൊക്കെ ഈ രാമാനുജൻ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് നേരെ വിധിയുടെ തലയ്ക്ക് ഇടും, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നമായത് വാസ്തുശാസ്ത്രത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയും. അങ്ങനെയാണ് നമ്മളെല്ലാത്തിനെയും കാണുന്നത്, അല്ലാണ്ട് ലോജിക്കൽ റീസണിങ് വെച്ചിട്ടല്ല കാണുന്നതെന്നാണ് പറയണത്. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്, ഇന്ത്യൻ കൾച്ചർ അങ്ങനെയാണെന്നാണ് പറയണത്. പിന്നെ പറയണത് മോഡേണിറ്റിയിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ കോണ്ടെക്സ്റ്റ് വൈഡൻ ചെയ്ത് എന്താ കോണ്ടെക്സ്റ്റ് വൈസ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പക്ഷെ എന്നാലും ആ ട്രഡീഷണലി ഉള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ കളഞ്ഞിട്ട് മോഡേൺ കോണ്ടെക്സ്റ്റിലാണ് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത്. അതാണ് വ്യത്യാസം. അപ്പോഴും കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല എന്നാണ് പറയുന്നത്.
ലാസ്റ്റ് പാർട്ട് ഓഫ് ദി എസ്സേയിൽ ആൾ പറയുന്നത് ഈ കോണ്ടെക്സ്റ്റ്, അതായത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഇന്ത്യയിലേക്ക് നമ്മളെങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള പറയണത്. മോഡേണൈസേഷൻ വന്നപ്പോൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവിൽ നിന്നും കോണ്ടെക്സ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഇന്ത്യയിലേക്ക് അറ്റ്ലീസ്റ്റ് എന്താ പ്രിൻസിപ്പിളിലെങ്കിലും നമ്മളങ്ങനെ മാറുന്നുണ്ട്, പ്രവൃത്തിയിലില്ലെങ്കിലും അങ്ങനെ വരുന്നുണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന പർട്ടിക്കുലർ ടൈം ഇല്ല എന്നൊക്കെ പലരും ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയല്ലോ. രാഹുകാലം നോക്കേണ്ട ആവശ്യമില്ല, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോൾ വെസ്റ്റിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്യുന്ന ഓരോ തോട്ട്സും ബിഹേവിയേഴ്സും ഐഡിയാസും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ റിലീജിയസ് ഐഡിയാസിനെ റീപ്ലേസ് ചെയ്യില്ല, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ ആ എക്സിസ്റ്റിംഗ് ട്രഡീഷൻ്റെ ഉള്ളിൽ കൂടെ മെർജ് ചെയ്ത് അല്ലെങ്കിൽ അതിനോട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ എന്താ ആയുധപൂജ എന്ന് പറയുന്നത്, കമ്പ്യൂട്ടേഴ്സും ടൈപ്പ്റൈറ്റേഴ്സൊക്കെ നമ്മൾ ആയുധപൂജയ്ക്ക് വെക്കും. അപ്പോൾ നമ്മുടെ ട്രഡീഷൻ മാറ്റാൻ തയ്യാറല്ല, പക്ഷെ എന്നാൽ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് പലതും അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. എന്താ പറയുകയാണ്, നമ്മളെത്ര കോണ്ടെക്സ്റ്റ് ഫ്രീ സൊസൈറ്റി ആവാൻ എത്ര ശ്രമിച്ചാലും അത് നടക്കണില്ല. വേറൊരു കോണ്ടെക്സ്റ്റായിട്ട് അത് മാറിക്കൊണ്ടിരിക്കും, മോഡേൺ കോണ്ടെക്സ്റ്റിലേക്ക് എത്തും. മൊത്തം പണ്ടത്തെ അല്ലെങ്കിലും പുതിയ ഇതിലാണ് ചിന്തിക്കണമെങ്കിൽ അവിടെയും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതില്ലാണ്ട് നമുക്കൊരു പരിപാടി ഇല്ല ഇന്ത്യക്കാർക്ക്. അങ്ങനെയാണ് ലാസ്റ്റ് പറഞ്ഞിട്ട് നിർത്തുന്നത്.